എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. അമ്മമാരെ, ഒരു നിമിഷം ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു വലിയ ദോഷമുണ്ടോ എന്നൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. എത്രയൊക്കെ കഠിനമായി പഠിച്ചിട്ടും പരീക്ഷകളിൽ വിചാരിച്ച വിജയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല യോഗ്യത ഉണ്ടായിട്ടും ജോലി ശരിയാകാതെ മക്കളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടോ? വിവാഹം നടക്കേണ്ട പ്രായമായിട്ടും നല്ലൊരു ബന്ധം ശരിയാവാതെ വിവാഹം ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ടോ? അമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ ഇത്തരം സകല തടസ്സങ്ങൾക്കും ജാതക ദോഷങ്ങൾക്കും പിന്നിൽ നമ്മൾ അറിയാതെ പോകുന്ന ചില വലിയ ശാപങ്ങൾ ഉണ്ടാവാം. വരാൻ പോകുന്ന ഓഗസ്റ്റ് 23 ഞായറാഴ്ചയാണ് അതിശ്രേഷ്ഠമായ ആ ഒരു ദിവസം വരുന്നത്. പുത്രദാ ഏകാദശി. ഈ പേരിൽ തന്നെയുണ്ട് ഇതിന്റെ അർത്ഥം. അതായത് മക്കളെ സംബന്ധിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ അമ്മമാരെടുക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഏകാദശിയാണിത് എന്ന് ഞാൻ പറയും. അതായത് അവരെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളും തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറ്റുന്നതിന് വേണ്ടി ഏതൊരമ്മയും ഒരു ഉപേക്ഷയും വിചാരിക്കാതെ എടുക്കേണ്ട ഒരു ഏകാദശി വ്രതമാണ് ഈ പുത്രദാ ഏകാദശി വ്രതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം പേര് നമ്മുടെ ചുറ്റുമുണ്ടല്ലേ. മക്കളെ ചൊല്ലി വിഷമിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുള്ളപ്പോൾ മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം ദമ്പതിമാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് സൽസന്താന ഭാഗ്യത്തിനും ഉള്ള മക്കളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലുമുള്ള ഉന്നതിക്കും വേണ്ടി അമ്മമാർ ഉറപ്പായിട്ടും എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശി വ്രതമാണിത്. അതുകൊണ്ട് ആരും ഈ ഒരു ഏകാദശി വ്രതം വിട്ടുകളയാൻ പാടില്ല. ഇതാണ് ഈ ഒരു സമയം എനിക്ക് അമ്മമാരോട് എല്ലാവരോടും പറയാനുള്ളത്. ഈ ഒരു ദിവസം ദശമി മുതൽ ദ്വാദശി വരെ അമ്മമാരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വ്രത നിയമങ്ങളും ഈ ഏകാദശി നോറ്റാൽ മാത്രം മാറുന്ന ആ ഒരു ഭയങ്കര ദോഷത്തിന്റെ ശാപത്തിന്റെ കഥയും ഞാൻ വളരെ ലളിതമായിട്ടൊന്ന് പറഞ്ഞു തരാം. വീഡിയോ പൂർണ്ണമായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. ഈ പുത്രദാ ഏകാദശിക്ക് പിന്നിലെ പുരാണങ്ങളിൽ പറയുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു കഥയുണ്ട്. കഥയായതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാട്ടോ. പണ്ട് മഹിഷ്മതി രാജ്യം ഭരിച്ചിരുന്ന മഹിജിത്ത് എന്ന ദയാലുവായ രാജാവിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും പുത്രഭാഗ്യം മാത്രം ഉണ്ടായിരുന്നില്ല. ഇതിന് പരിഹാരമായിട്ട് ജനങ്ങളും പണ്ഡിതന്മാരും കാട്ടിൽ പോയി ഒരു ശ്രേഷ്ഠനായ മുനിയെ കണ്ട് രാജാവിന്റെ ദുഃഖത്തിന്റെ കാരണം തിരക്കുകയുണ്ടായി. അപ്പോൾ മുനി തന്റെ ജ്ഞാനദൃഷ്ടിയാൽ രാജാവിന്റെ കഴിഞ്ഞ ജന്മത്തിലെ ഒരു വലിയ പാപം കണ്ടെത്തി. കഴിഞ്ഞ ജന്മത്തിൽ ഒരു വ്യാപാരിയായിരുന്ന രാജാവ് വനത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിയായ ദാഹം കാരണം ഒരു പൊയ്കയിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങുകയുണ്ടായി. ആ സമയം അവിടെ ദാഹിച്ചു വലഞ്ഞ വെള്ളം കുടിക്കാൻ നിന്ന ഒരു പശുവിനെയും പശുക്കിടാവിനെയും രാജാവ് ക്രൂരമായിട്ട് തല്ലി ഓടിക്കുകയുണ്ടായി. വെള്ളം കുടിക്കാൻ പോലും അനുവദിക്കാതെ ആ സാധു മൃഗങ്ങളെ ആട്ടി ഓടിച്ചതിന്റെ ശാപമാണ് ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് പുത്രഭാഗ്യം ഇല്ലാതാക്കിയത് എന്ന് മുനി പറയുകയുണ്ടായി. ഇതിന് പരിഹാരമായിട്ട് ശ്രാവണ പുത്രദാ ഏകാദശി വ്രതം നോൽക്കാൻ മുനി ഉപദേശിക്കുകയും ചെയ്തു അത്രേ. അതുവഴി രാജാവിന് സൽസന്താനങ്ങൾ ജനിക്കുകയും ചെയ്തു എന്നാണ് പുരാണം പറയുന്നത്. അമ്മമാരെ, മക്കളുടെ ഈ വലിയ ദോഷങ്ങളെല്ലാം മാറ്റുന്ന വ്രതം എങ്ങനെ എടുക്കണം എന്ന് നമ്മൾക്കൊന്ന് നോക്കി വരാം. ഈ അതിവിശിഷ്ടമായ പുത്രദാ ഏകാദശിയുടെ തിഥി ഒന്ന് പറയാം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 23 പുലർച്ചെ 2 മണി മുതൽ ഓഗസ്റ്റ് 24 പുലർച്ചെ 4:19 വരെയാണ്. ഏകാദശി വ്രതം എപ്പോഴും തുടങ്ങേണ്ടത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, തലേ ദിവസമായ ദശമി നാളിലാണ്. അതായത് ഓഗസ്റ്റ് 22 ശനിയാഴ്ചയാണ് ദശമി. ഇവിടെ അമ്മമാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകാദശി ദിവസം നമ്മൾ ആരും തുളസി ഇല നുള്ളാൻ പാടില്ല. നമുക്കറിയാം, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി ദേവി. തുളസി ദേവിയും നമ്മളോടൊപ്പം ഏകാദശി വ്രതം നോൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവിയെ ഒരിക്കലും ആ ഒരു ദിവസം നമ്മൾ നുള്ളി നോവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച എന്ത് ചെയ്യണം? ദശമി ദിവസം നേരത്തെ തന്നെ ത്രിസന്ധ്യയ്ക്ക് മുൻപ് തന്നെയായിട്ട് പൂജയ്ക്കും ക്ഷേത്രത്തിൽ കൊടുക്കാനുമുള്ള തുളസി ഇലകൾ ഒന്ന് നുള്ളി വെക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അതുപോലെ അരി ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതായത് അന്നേ ദിവസം ഒരിക്കലാണ് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ. രാത്രിയിൽ നമുക്ക് വളരെ ലളിതമായിട്ട് എന്തെങ്കിലും കഴിക്കാം, പഴവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കാവുന്നതാണ്. മനസ്സ് പൂർണ്ണമായും ഭഗവാൻ വിഷ്ണുവിന്റെ ചിന്തകളിൽ ഉറപ്പിച്ചു വേണം നമ്മൾ ഉറങ്ങാൻ കിടക്കാനായിട്ട്. ഇനി പ്രധാന ദിവസമായ ഓഗസ്റ്റ് 23 ഞായറാഴ്ച ഏകാദശി ദിവസം അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും ഒന്ന് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമാവുക കേട്ടോ. ഒരു ശുഭ്രവസ്ത്രം ധരിച്ച് നമ്മുടെ പൂജാമുറിയിലെത്തി സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തുക. നമ്മുടെ വീട്ടിലെ തൊടിയിലൊക്കെ അവൈലബിൾ ആയിരിക്കുന്ന പുഷ്പങ്ങളെല്ലാം തന്നെ
ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മി ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാ ഏകാദശി വ്രതങ്ങളിലും ചെയ്യുന്നത് പോലെ ഒരു ചെറിയ ചിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു നെയ്യ് വിളക്ക് ഭഗവാന് സമർപ്പിക്കുക. ഈ ഒരു സമയം ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം അമ്മയ്ക്ക് ചൊല്ലാവുന്നതാണ്. മക്കളുടെ ആ ഒരു രൂപം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനോട് ഈ ഒരു സമയം നടന്നു കിട്ടേണ്ട അമ്മയുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം ശ്രീഹരി വിഷ്ണുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മക്കളെ ചൊല്ലി അമ്മയുടെ മനസ്സിൽ എന്തെല്ലാം ദുഃഖങ്ങളാണോ പറ്റിച്ചേർന്നിരിക്കുന്നത് അതെല്ലാം ആ ഒരു മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റി സന്തോഷം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് കണ്ണു നിറഞ്ഞ് കൈകൂപ്പി അമ്മയ്ക്ക് ഈ ഒരു സമയം പ്രാർത്ഥിക്കാവുന്നതാണ്. മക്കൾക്ക് സർവ്വശ്രേഷ്ഠത കിട്ടാനും ഇപ്പോൾ അവരെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളും തടസ്സങ്ങളും ജാതക ദോഷങ്ങളും പിതൃദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എല്ലാം ഏതൊക്കെ വിധത്തിലുള്ള ദോഷങ്ങളാണോ മക്കളെയും കുടുംബത്തെയും ബാധിച്ചിരിക്കുന്നത് അതെല്ലാം പൂർണ്ണമായിട്ട് ഈ ഒരു ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ മാറ്റിത്തരണേ ഭഗവാനെ എന്ന് കരഞ്ഞമ്മയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സമയം ഭഗവാന് ചന്ദന തിലകവും ലക്ഷ്മി ദേവിക്ക് ഒരു കുങ്കുമ തിലകവും തൊട്ടുകൊടുക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അതിനുശേഷം വലത് കയ്യിൽ അമ്മ ഒരല്പം ജലം എടുക്കുക. അവിടെ പൂജാമുറിയിൽ കിണ്ടിയിൽ ജലം ഉണ്ടാവുമല്ലോ, അതൊരല്പം വലത് കയ്യിൽ എടുത്തിട്ട് എൻ്റെ മക്കളുടെ നന്മയ്ക്കായി ഞാൻ ഈ വ്രതം അനുഷ്ഠിക്കുന്നു എന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ ആ ഒരു സങ്കല്പം ചെയ്യുക കേട്ടോ. നമ്മൾ ഈ സമയം ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു നിമിഷം ഇങ്ങനെ ഒരു കാര്യവും കൂടി അമ്മയൊന്ന് ചെയ്യുക കേട്ടോ. ആ ഒരു സങ്കല്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ദിവസം അതായത് പുത്രദാ ഏകാദശി വ്രത ദിവസം സാക്ഷാൽ മഹാവിഷ്ണുവിനെ നമ്മൾ സന്താന ഗോപാല മൂർത്തിയായിട്ട് സങ്കല്പിച്ചാണ് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. ഈ ദിവസം നമ്മൾ സന്താന ഗോപാല മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ ധനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്ന സന്താന ഗോപാല മന്ത്രം 108 തവണ ജപിക്കുന്നത് അതീവ ഐശ്വര്യമാണ്. ഈ ഒരു ദിവസം അമ്മമാരുടെ കൈകൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു നിവേദ്യം ഭഗവാന് സന്തോഷപൂർവ്വം സമർപ്പിക്കാവുന്നതാണ്. പാൽപായസമോ ഇല്ലാച്ച പഴവർഗ്ഗങ്ങളോ ആണെങ്കിലും മതി. എന്തെങ്കിലും ഒന്ന് അമ്മയുടെ ആ ഒരു കൈകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഒന്ന് സമർപ്പിക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു നിവേദ്യത്തിൽ ഉറപ്പായിട്ടും തുളസി ഇല ഇടാൻ മറക്കരുത്. അതുകൊണ്ട് നമ്മൾ തലേ ദിവസം നേരത്തെ തന്നെ തുളസി ഇലകളൊക്കെ നുള്ളി വെക്കണം എന്ന് പറയുന്നത്. ഈ പൂജയ്ക്കെല്ലാം ശേഷം ഈ നിവേദ്യം നമ്മൾക്ക് വീട്ടിലെല്ലാവർക്കുമായിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആയിട്ട് കൊടുക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഞായറാഴ്ച പകല് മുഴുവൻ പൂർണ്ണമായി ഉപവാസം നോക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. എന്നാലും അമ്മമാരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം പൂർണ്ണ ഉപവാസത്തിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ കേട്ടോ. ഭഗവാൻ ഉറപ്പായിട്ടും നമ്മളുടെ ശാരീരിക അവസ്ഥയും നമ്മളുടെ സാഹചര്യവും ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ്. അതുകൊണ്ട് പട്ടിണി കിടന്ന് വ്രതം നോൽക്കണം എന്ന് ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ആരോഗ്യസ്ഥിതി അനുവദിക്കാത്ത അമ്മമാർക്ക് ഏകാദശി പുഴുക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഗോതമ്പ് ചിലർ കഴിക്കും, ചിലർ ധാന്യാഹാരങ്ങളൊന്നും തന്നെ ഏകാദശി വ്രതത്തിൽ കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉള്ളത് കൊണ്ട് ഗോതമ്പും ഒഴിവാക്കി നിർത്തുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു ദിവസം അബദ്ധത്തിൽ പോലും നമ്മൾ ചോറ് കഴിക്കാൻ പാടില്ല. ഇതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പകൽ സമയം ഉറങ്ങുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. അതുപോലെ വിഷ്ണു സഹസ്രനാമമോ നാരായണീയം പോലെയുള്ള സൽസ്തോത്രങ്ങളോ ഒന്ന് ജപിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മക്കളുടെ വിവാഹ തടസ്സം മാറാനും പഠനത്തിലും ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാവാനും ഈ ദിവസം കുങ്കുമമോ മഞ്ഞളോ വാഴപ്പഴമോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഒന്ന് പോകാൻ കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമാണ്. അവിടെ നമ്മൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കാവുന്നതാണ്. ഇനി വഴിപാടുകൾ കഴിച്ചില്ലാച്ചാലും ഭഗവാനോട് കണ്ണു നിറഞ്ഞ് കൈകൂപ്പി മക്കൾക്ക് വേണ്ടി മനസ്സ് നിറഞ്ഞ് ആ ഒരു തിരുനടയിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കാതിരിക്കാൻ ഭഗവാൻ ഒരിക്കലും കഴിയുകയില്ല. ഓഗസ്റ്റ് 23 ഞായറാഴ്ച രാത്രി 9:48 മുതൽ ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച പകല് 10:48 വരെ ഹരിവാസര സമയമാണ്. നമുക്കറിയാം, ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാൻ ദേവീ സമേതനായിട്ട് ഭൂമിയിൽ നമ്മുടെ ഭവനങ്ങളിൽ പോലും സന്നിഹിതനായിരിക്കുന്ന ഈ ഒരു സമയമാണ്. ഈ ഒരു സമയം അഖണ്ഡ നാമജപം ഏറ്റവും ഐശ്വര്യമാണ്. നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും സർവ്വ ഐശ്വര്യവും തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഹരിവാസര സമയം എല്ലാവരും വളരെ ശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ഒന്ന് ആചരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം നമുക്കറിയാം ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച ദ്വാദശി ദിവസമാണ്. തിങ്കളാഴ്ച പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ.
ഹരിവാസര സമയം തിങ്കളാഴ്ച പകൽ 10:48 അവസാനിക്കുന്നതിനാൽ പാരണാ സമയം ഓഗസ്റ്റ് 24 വൈകിട്ട് 1:40 മുതൽ 4:07 വരെയുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് മലരും തുളസിയിലെയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം പൂർത്തിയാക്കാവുന്നതാണ്. ഈ രീതിയിൽ പൂർണ്ണ ശുദ്ധിയോടുകൂടി പുത്രദ ഏകാദശി നോക്കുന്ന അമ്മമാരുടെ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തളർച്ചയും തടസ്സങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല കേട്ടോ. ഈ ഒരു അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരായ മറ്റമ്മമാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ മക്കൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളോടെ നന്ദി, നമസ്കാരം.